കുട്ടികളെ കണ്ടെത്താൻ സഹായിച്ച എല്ലാവരോടും നന്ദിയെന്ന് കുട്ടിയുടെ പിതാവ് 24-നോട് പറഞ്ഞു. നമ്മൾ കണ്ടു കെട്ടിയതിൽ വളരെയധികം എനിക്ക് ഈ സാറുമാരോടും താന്നൂരിൽ ഏറ്റവും കൂടുതൽ സഹകരിച്ച എല്ലാ നാട്ടുകാരും ഇവിടുത്തെ സാറുമാരും വളരെയധികം അവരെല്ലാം കഷ്ടപ്പെട്ട് അതിൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവരോടും എനിക്ക് വളരെ നന്ദിയുണ്ട്. എത്രയും പെട്ടെന്ന് എൻ്റെ മോളൊന്നുകൊണ്ട് എത്തി കിട്ടിയാൽ മതി എന്നുള്ളത് എനിക്ക് ഇപ്പോൾ പറയാൻ. അളീൻ്റെ ഫോണിൽ ഇങ്ങനെ കാണിച്ചിരുന്നപ്പോൾ മോളോട് വരാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളോട് വരാൻ. അച്ഛനൊന്നും ചെയ്യൊന്നും പറയില്ല മോളെ എന്ന് വേണ്ട എത്തി കിട്ടിയാൽ മതി ഞാൻ പറഞ്ഞിട്ടുണ്ട് മോള്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി താനൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സമീർ, ഈ പെൺകുട്ടികളോട് സംസാരിച്ചപ്പോൾ അവർ വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട്, വീട്ടിലേക്ക് വരാൻ ഭയമാണ് എന്ന തരത്തിലുള്ള പ്രതികരണം നടത്തി എന്ന് മനസ്സിലാക്കുന്നു. അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്താണ് അവർ പറയുന്നത്? എപ്പോഴവരെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയും? ഈ കേരള പോലീസിന് കൈമാറുന്ന നടപടി എപ്പോഴായിരിക്കും സമീർ? റിജിത്ത്, നിലവിൽ കേരള പോലീസ് മുംബൈയിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ റോഡ് മാർഗം അവർ പൂനെയിലേക്ക് തിരിക്കും. അവിടെ എത്തിയ ശേഷം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമേ എപ്പോഴായിരിക്കും ഈ താനൂരിലേക്ക് കുട്ടികളെ എത്തിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ആവുകയുള്ളൂ. കാരണം അതിനുശേഷം ഈ വൈകുന്നേരങ്ങളിൽ ട്രെയിനിൻ്റെ ഒരു അഭാവം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൈമാറിയ ശേഷം ഫ്ലൈറ്റ് മുഖേനയോ ഒന്നുകിൽ ട്രെയിൻ മുഖേനയോ ആയിരിക്കും ഈ താനൂരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് താനൂർ DYSP പ്രമോദ് അല്പസമയം മുന്നേ സംസാരിച്ചപ്പോൾ നമ്മളുമായി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും താനൂരിൽ നിന്നുള്ള സംഘം നിലവിൽ മുംബൈയിൽ എത്തി പൂനെയിലേക്കുള്ള യാത്രയിലാണ് എന്നുള്ളതാണ്. ഏതായാലും ഈ പെൺകുട്ടികൾ പറഞ്ഞിരിക്കുന്നത് വീട്ടിൽ ചില പ്രയാസങ്ങളും ചില സമ്മർദ്ദങ്ങളും ഒക്കെ തന്നെ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വീട് വിട്ട് ഇറങ്ങിയത് എന്നുള്ളതാണ്. എന്നാൽ അത്തരം ഒരു സാഹചര്യമൊക്കെ തന്നെ ഈ വീട്ടുകാർ പറയുന്നില്ല. അത്തരം ഒരു പ്രശ്നവും ഒരു തരത്തിലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ വീട്ടുകാർ പറയുന്നത്. ഏതായാലും ഈ കുട്ടികൾ വളരെ സുരക്ഷിതമായി തന്നെ നിലവിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും ഇനി കുട്ടികൾ തിരിച്ചു വരുന്ന സമയത്ത് അത്തരം ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു ഇടപെടലും ഈ കുടുംബം ആരും തന്നെ നടത്തില്ല എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത്. കുട്ടികൾ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ മാത്രം മതി, മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ സന്തോഷപൂർവ്വം കുട്ടികളെ സ്വീകരിക്കും, മറ്റു പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാക്കില്ല എന്നുള്ളതാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം ഒക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇന്നലെ 1:45 കൂടിയാണ് ഈ പെൺകുട്ടികളെ ഈ RPF കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ പെൺകുട്ടികളെ പൂനെയിലേക്ക് മാറ്റുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പെൺകുട്ടികൾക്കൊപ്പം യാത്ര ചെയ്ത യുവാവിനെ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ഇന്നലെ ആ യുവാവ് ട്രെയിൻ മാർഗം ഈ നാട്ടിലേക്ക് വരാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ആ ഒരു ഘട്ടത്തിൽ പോലീസ് DYSPയുടെ നിർദ്ദേശപ്രകാരം യുവാവ് അവിടെ തന്നെ തുടരുകയായിരുന്നു. യുവാവ് മുഖേനയൊക്കെ തന്നെ ഈ പെൺകുട്ടികളെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് പുറത്തായിരുന്നു അവിടെ തന്നെ തുടരാൻ പോലീസ് നിർബന്ധിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി യുവാവിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. കാരണം ഏതൊക്കെ സാഹചര്യത്തിലാണ് കുട്ടികൾക്ക് സഹായം നൽകിയത്, സാമ്പത്തികമായ സഹായം അടക്കം നൽകിയോ എന്നത് വളരെ വിശദമായി തന്നെ പരിശോധിക്കും. ഇതുമായി ബന്ധപ്പെട്ട യുവാവ് പറഞ്ഞിട്ടുള്ളത് ഈ കുട്ടികളെ സഹായിക്കാൻ അവർക്ക് പ്രയാസം ഉണ്ടാവാതിരിക്കാൻ കൂടിയാണ് കൂടെ പോയത് എന്നുള്ളതായിരുന്നു. റിജിത്ത്. സമീർ ബിൻ കരീം താനൂരിൽ നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.